നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് റോസ്മല നിവാസികൾ. വനത്തിന് നടുക്ക് രൂപപ്പെട്ട, വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു മനോഹരമായ പ്രദേശമാണ് റോസ്മല. നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലം. പക്ഷെ വേണ്ട വിധത്തിലുള്ള യാതൊരു പരിഗണനയും ഇവിടെയുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നില്ല. കുടിവെള്ളത്തിൻ്റെ ആയാലും വന്യമൃഗശല്യത്തായാലും ഏത് വിധേനയായും അവർ വളരെയധികം ബുദ്ധിമുട്ടുമാണ്. ഒഴിഞ്ഞു പോകണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ സാധിക്കുന്നില്ല. നിലവിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളത്? അങ്ങോട്ട് നോക്കി. എൻ്റെ ബുദ്ധിമുട്ട്, ഞാനിവിടെ 2019 അപേക്ഷ കൊടുത്തതിൽ പിന്നെ എൻ്റെ പ്രമാണമൊക്കെ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പോൾ അവർ ഞാൻ ആധാർ എഴുത്ത് ഓഫീസിൽ നിന്ന് എഴുതി കൊണ്ട് കൊടുത്തിട്ടുള്ള അവർ അംഗീകരിക്കാതെ ഇപ്പോഴും എൻ്റെ അപേക്ഷ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതുവരെ എടുത്തിട്ടില്ല. നമ്മളെ വീട്ടിൽ എത്ര പേരാണ് താമസമുള്ളത്? ഞങ്ങൾ 4 പേരുണ്ട്. 2 പെൺപിള്ളേരും ഭാര്യയും ഭർത്താവും. നമ്മളെ ഒരു യൂണിറ്റ് ആയിട്ടാണ് അവർ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ പ്രമാണം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഞാൻ അതിൻ്റെ പോയി ആധാർ എഴുത്ത് ഓഫീസിൽ നിന്ന് എഴുതിക്കൊണ്ട് കൊടുത്തിട്ടും അംഗീകരിക്കാതെ ഇപ്പോഴും മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പല തർക്കങ്ങളും പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാക്കിയുള്ള അപേക്ഷക്കാരെ കൂടെ എൻ്റെ പേപ്പറും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി എൻ്റെ നിലവിൽ നമ്മളൊരു മുന്നാധാരം കൊണ്ട് കൊടുത്തിട്ടും എന്ത് തർക്കം അവർ പറയുന്നത്? അവർ പറയുന്നത് ഒറിജിനൽ എന്നെ കൊണ്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഈ നഷ്ടപ്പെട്ടത് എവിടെ നിന്ന് ഒറിജിനായിട്ട് കൊണ്ട് കൊടുക്കും? ഞാൻ ആധാർ എഴുത്ത് ഓഫീസിൽ നിന്ന് എഴുതി കൊണ്ട് കൊടുത്തിട്ട് പോലും അംഗീകരിക്കാതെ വെച്ചിരിക്കുകയാണ്. ഇതേ വിഷയങ്ങൾ വേറെ ആർക്കെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്? അതെനിക്ക് അറിയത്തില്ല സാറേ. അത് ഈ ഓരോരുത്തർക്കും പറയാനായിട്ട് നിരവധി കഥകളാണുള്ളത്. അതുപോലെ തന്നെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? ഞാൻ 1971 ഇവിടെ വന്നതാണ്. നമ്മൾ അന്നത്തെ ആ ജീവിത സാഹചര്യം, അന്നത്തെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ നടന്നു വേണം പോകാൻ, ആരെങ്കിലേക്ക് പോകാനായിട്ട്. അന്ന് റോഡുകളൊന്നുമില്ല. പിന്നെ മക്കളൊക്കെ ഇവിടുത്തെ കുട്ടികളെല്ലാം പഠിച്ചു. ഒരു 82 കുട്ടികളോളം ആരെങ്കിലും നടന്നു വന്നാൽ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിന് സൗകര്യമുണ്ട്. ഇപ്പോൾ ഒരുവിധപ്പെട്ടുള്ള ആൾക്കാരും നടന്നു പോകത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ കാട്ടുകളുടെ ശല്യമുണ്ട്. വഴിയല്ലല്ലോ, വാഹനങ്ങളിലാണ് പോവുകയും വരികയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് സന്നദ്ധ പുനരധിവാസ പദ്ധതിക്ക് ഏർപ്പാടാക്കിയത്. എന്നാൽ അതിൽ പലർക്കും ആദ്യ ഗഡുവിൽ കൊടുത്തവർക്കൊക്കെയും നിയമങ്ങൾക്കെല്ലാം അനുകൂലമായിരുന്നു. ബാക്കി താമസിക്കുന്നവർക്ക് നിയമങ്ങളെല്ലാം ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ നിയമം ഒന്ന്, റവന്യൂവിൻ്റെ നിയമം ഒന്ന്, അങ്ങനെ 2 നിയമമാക്കി വെച്ചിരിക്കുക. റവന്യൂവിൽ അവിടെ ചെന്ന് നമ്മളെ ആശ്രയ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആദ്യ സമയത്ത് പോയവർക്കൊന്നും ഈ ആശ്രയ സർട്ടിഫിക്കറ്റ് വേണ്ടായിരുന്നു, ഫാമിലി സർട്ടിഫിക്കറ്റ് മതിയായിരുന്നു. ഇന്ന് രണ്ടാമത് പോയവർക്കൊക്കെ ഈ അപ്പൻ്റെ പേരിൽ വസ്തു ഉണ്ടെങ്കിൽ, അന്ന് ഞങ്ങളൊന്നും ഈ അവിടെ മക്കളുടെ പേരിൽ ഭാഗവത ചെയ്തിട്ടില്ല. അപ്പം മകന് അവകാശമുണ്ട്, അതുകൊണ്ട് തരാൻ സാധിക്കത്തില്ല. അന്ന് വില്ലേജ് ഓഫീസിന് പേപ്പർ തരുന്നു, അത് ഫോറസ്റ്റിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അത് തരാൻ സാധിക്കത്തില്ല, മകൻ അവകാശം കിടക്കുന്നവർ. അപ്പം ഞങ്ങളുടെ അവകാശം ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മക്കൾക്കല്ലേ. അപ്പൊ അത് ഗവൺമെന്റ് എന്ത് കാര്യം കൊണ്ടാണ് ഇതിന്റെ നിയമങ്ങൾ ഇങ്ങനെ നെവുലാകുലുക്ക് ആയി? നമുക്ക് ഒരു നിയമത്തിനകത്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു കുരുക്കെന്ന് പറയാം. അതെ, നിയമത്തിലൊക്കെ ഉണ്ടാക്കുന്ന കുരുക്ക്. ഫോറസ്റ്റ് അടുത്ത് ചെല്ലുമ്പോൾ അവര് നിയമം പറയും, ഇന്ന പേപ്പറുകളെല്ലാം വേണമെന്ന് പറയും. അത് നമ്മളെ വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പം അവർ പേപ്പർ അവരുടെ ഇതായിട്ട് എഴുതി തരും. ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് അവർ അംഗീകരിക്കുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് ഇടപെട്ടാൽ പോയാൽ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ മതി, അത് നിങ്ങൾക്ക് തരുമെന്ന്. എങ്ങനെ ഇവിടുന്ന് നമ്മളെ 35 കിലോമീറ്റർ കുളത്തൂപ്പുഴ ഒരാഴ്ച 2 വട്ടം 3 വട്ടം ഒക്കെ പോയിട്ട് വരും. കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ കുളത്തൂപ്പുഴ പഞ്ചായത്തും കുളത്തൂപ്പുഴ വില്ലേജുമാണ്, പുനലൂർ താലൂക്കുമാണ്. എന്നാൽ ഇവിടെ നിന്ന് ഈ റോസ്മലയിൽ നിന്ന് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ പോകണമെങ്കിൽ ഏതുവഴി പോകണം? എത്ര കിലോമീറ്റർ പോകണം? ആര്യങ്കാവിന് 12 കിലോമീറ്റർ. അതുവഴി തെന്മല പഞ്ചായത്ത് കയറിയിട്ട്, ആര്യങ്കാവ് പഞ്ചായത്തും കഴിഞ്ഞ് തെന്മല പഞ്ചായത്തും കയറിയിട്ട് വേണം കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ പോകാനായിട്ട്. അവിടെ ചെല്ലുന്ന ഞങ്ങൾ ഒരു ദിവസത്തെ ബുദ്ധിമുട്ടാണ് ഒരു ദിവസം പോയി വരുന്നത്. രാവിലെ ഇവിടുന്ന് 7:45 ബസ്സിന് കയറിയാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം ക്രമീകരിച്ച് വരണമെങ്കിൽ തിരിച്ച് ഞങ്ങൾ 4:45 ആകുമ്പോഴേ റോസ്മല വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും അതിനെക്കാട്ടുള്ള യാത്രയുടെ ബുദ്ധിമുട്ടും എല്ലാം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, നിങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വരും? പല പ്രാവശ്യം പോരേണ്ടി വരും. കാര്യം നമ്മൾ ചെല്ലുന്ന ദിവസം വില്ലേജ് ഓഫീസർ ഇവിടെ കാണത്തില്ല, പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ ഒന്നീ റേഞ്ച് ഓഫീസർ കാണത്തില്ല. അങ്ങനെ പലവിധമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സർക്കാർ എന്നാൽ ഒരു തീരുമാനമെടുത്ത് എല്ലാ ജനങ്ങൾക്കും ഇവിടുന്ന് പോകേണ്ടതുണ്ടല്ലോ.
അത് അവർക്ക് അന്നേരം നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ ഇവിടെ പട്ടയമില്ലാതെ അനേക വസ്തുക്കൾ കിടപ്പുണ്ട്. അതിൻ്റെ ഉടമസ്ഥകൾ പലരും ഇവിടെ ഉണ്ട്. 5ഉം 8ഉം 10ഉം ഏക്കറുള്ളവരുണ്ട്. അവർക്കൊക്കെ ഇത് ബാധകമല്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ച് അവിടെ കൃഷി ചെയ്ത് ജീവിച്ചാൽ മതി എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു കോഴിയെ പോലും വളർത്താൻ പറ്റത്തില്ല. ഒരു പട്ടിയെ വളർത്താൻ, അതിലുപരിയായി ഞങ്ങൾക്ക് നിത്യ ചിലവിന് നൽകിക്കൊണ്ടിരുന്ന ആട് കൃഷി, പശു വളർത്തലൊക്കെ, അതൊന്നും ഇപ്പോൾ ഇവിടെ സാധിക്കില്ല. കാര്യം പലരുടെയും ആടുകളെ പുലി എടുത്തിട്ടുണ്ട്, പട്ടികളെയെല്ലാം പുലി കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 1-2 വ്യക്തികൾ മാത്രം ഒരു പശുവുണ്ട്. അത് അവർ നമുക്ക് ഈ വന്യമൃഗങ്ങളുടെ ശല്യം എത്രത്തോളം ഉണ്ട്? വളരെ കൂടുതലാണ്. കാര്യം ഒരു മുളക് നട്ട അതിൻ്റെ ഒരു ആദായം എടുക്കാൻ പറ്റത്തില്ല, കാന്താരി പോലും. അപ്പോൾ അതുപോലെ തന്നെ കപ്പ നടാനൊക്കെ ഇല്ല, വാഴ വയ്ക്കാനൊക്കെ ഇല്ല. പ്ലാവിൻ്റെ നിരന്തര ശല്യമാണ്. നിരന്തര ശല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കുമ്പോഴൊക്കെയും വീട് മുറ്റത്ത് പന്നിയും പ്ലാവും കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. നിയമപരമായിട്ട് ഇത് എത്രയും പെട്ടെന്ന് സർക്കാരിന് ഇതിൻ്റെ ഒരു ഇത് വരുത്തി ഈ ജനങ്ങളെ മറ്റൊരിടത്ത് പാർപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വളരെയധികമായിട്ട് അതിനെ ഉത്സാഹിക്കുന്നു. ആദ്യകാലത്ത് ജീവിതമാർഗ്ഗമില്ലാതെ ഇവിടെ വന്നത്. ഇപ്പോൾ ജീവിതം വളരെ ദുസ്സഹം. കറണ്ടുണ്ട്, റോഡുണ്ടെങ്കിൽ തന്നെയും മറ്റുള്ള നിത്യച്ചെലവുകൾക്ക് ഞങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല. ഈ 14 മാസത്തിൽ കൂടുതലായി എഗ്രിമെൻ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെയും അവരുടെ വീടല്ലാതെ മറ്റൊന്നും അവർക്കില്ല. വസ്തു കാലിയായിട്ട് കിടക്കുന്നു. ജീവിതത്തിന് യാതൊരു മാർഗവുമില്ല. അങ്ങനെ ഏറെ ബുദ്ധിമുട്ടുന്ന ഗവൺമെൻറ് എത്രയും വേഗം അതിനൊരു സഹായം ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. അത് എത്രയും വേഗം നടത്തി കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ മറ്റ് ജീവിതമാർഗമില്ലാതെ ഇവിടെ കുടിയേറിയവരാണ് ഏറെ ഭാഗവും. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഇവിടെ ചെലവഴിച്ചു. പക്ഷേ ഇപ്പോൾ വന്യമൃഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെങ്കിലും ചില ചെറിയ നിയമക്കുരുക്കിൽ ഇപ്പോഴും അവർ കുടുങ്ങിക്കിടക്കുകയാണ്. വനംവകുപ്പ് ആ കുരുക്ക് പരിഹരിക്കാൻ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഇവർ നമ്മളോട് പരാതിയായി പറയുന്നത്. വന്യമൃഗങ്ങൾ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ മനുഷ്യജീവിതം ഏറ്റവും വലിയ ഭീഷണിയായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് തെന്മല പ്രദേശത്ത് നടന്ന വന്യമൃഗങ്ങളുടെ ഒരു ഭീകരാവസ്ഥയാണ്. ആനയും കാട്ടുപോത്തും ഉൾപ്പെടെ കുളത്തൂപ്പുഴ പട്ടണത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ടെന്ന് നമ്മൾ കണ്ടു. കുളത്തൂപ്പുഴയിൽ നിന്നും നമ്മൾ ഇപ്പോൾ എത്തുന്നത് റോസ്മലയിലാണ്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഭാഗമായ റോസ്മലയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. റോസ്മല നിവാസികൾ ഉന്നയിക്കുന്ന ഒരു വിഷയം, ഏകദേശം 50ഓളം വർഷമായി ഇവരിവിടെ താമസക്കാരാണ്, കുടിയേറ്റ കർഷകരായി എത്തിയവരാണ്. ഇവർ ഈ സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. മാന്യമായ നഷ്ടപരിഹാരം സർക്കാർ വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് വർഷങ്ങളായി. ഇതുവരെയും ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. ഇവർക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയുന്നില്ല. ഇവരുടെ കുട്ടികളുടെ പഠിപ്പ് ഉൾപ്പെടെ, ചികിത്സ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ എന്താണ് നിങ്ങൾക്ക് ഈ ഫണ്ട് തരുന്നതിനുള്ള ഒരു അപര്യാപ്തത? ഫണ്ട് തരുന്നതിനുള്ള അപര്യാപ്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുവദിച്ച 800 കോടി രൂപയിൽ നിന്ന് വക മാറ്റി കിഫ്ബിയിലേക്ക് 564 കോടി മാറ്റിയിട്ട് 237 കോടി റീബിൽഡ് കേരള എന്ന പദ്ധതിയിലേക്ക് വെച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് കേരളത്തിലെ 10 ജില്ലകളിലേക്കാണ് ഈ ഫണ്ട് രൂപീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴില്ല, ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ളത് 344 യൂണിറ്റാണ്. അതായത് 204 കുടുംബങ്ങളിലെ 344 യൂണിറ്റാണ്. ഒരു യൂണിറ്റിന് എത്ര എന്നാണ് ഒരു കണക്ക്? 15 ലക്ഷം രൂപയാണ്. അത് കേന്ദ്ര സർക്കാർ 10 ലക്ഷം രൂപ തരികയും 5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും കൂടെ പ്രഖ്യാപിച്ചാണ് 15 ലക്ഷം രൂപ. അത് അച്ഛനമ്മ 18 വയസ്സിന് താഴെയുള്ളവരെ ഒരു യൂണിറ്റായി പ്രഖ്യാപിക്കുകയും അതേ കുടുംബത്തിലെ മുതിർന്നവരെ വിവാഹിതരോ അല്ലയോ എന്ന് നോക്കാതെ കൂടെ താമസിക്കുന്ന മക്കൾക്ക് ഓരോ യൂണിറ്റും കൂടെ കൊടുക്കുക. അങ്ങനെ 204 കുടുംബങ്ങളിലെ 357 51 കോടി 60 രൂപ ആയും കട്ടളപ്പാറയിലെ 8 കോടി 10 ലക്ഷം കേട്ട് 59 കോടി 70 ലക്ഷം രൂപ കൈപ്പറ്റിയതാണ്. ആ കൈപ്പറ്റുന്ന സമയത്ത് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഒന്നും വ്യക്തമായില്ല. ഈ കൈപ്പറ്റി എന്ന് പറഞ്ഞാൽ 51 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് ആര് കൈപ്പറ്റി? കേരള സർക്കാർ കൈപ്പറ്റി. വനം വകുപ്പിന്റെ ഫണ്ടിലേക്കല്ലത് പോയത്. ആ പൈസ പോകുന്നത് വക മാറ്റിയത് സർക്കാരാണ് മാറ്റിയത്. കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാർ അത് വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പൈസ എത്താന്ന്. പിന്നെ ഞങ്ങൾ കോടതിയെ സമീപിച്ചാണ് ഈ പൈസ വാങ്ങിച്ചത്. കോടതി ലക്ഷം 4 പ്രാവശ്യം കോടതി കേസ് കൊടുത്ത് 4ാമത് കോടതി ലക്ഷം കൊടുത്തപ്പോൾ 68 കുടുംബങ്ങൾക്ക് പൈസ കിട്ടി. പൈസ ഇല്ല തരാൻ. ഇപ്പോൾ ഒരു 50 യൂണിറ്റിന് പൈസ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അതിന് ഈ മാർച്ച് 31 വരെ എന്തെങ്കിലും ഇടക്കോല് പറഞ്ഞ് ഈ സാമ്പത്തിക വർഷം കൂടെ തള്ളിക്കളയുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വരട്ടി ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി പറയുന്ന വാക്കുകളാണ് ഞങ്ങൾ കേൾക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങളുടെ വിധിയിരിക്കുന്നു, കോടതി വിധിയിരിക്കുന്നു. ജനുവരി 8-ാം തീയതി തൊട്ട് പൈസ കൊടുത്തു തുടങ്ങുമെന്ന് പറഞ്ഞത്. ജനുവരി 8 പോയി, 4 ഫെബ്രുവരി കഴിഞ്ഞ്. അപ്പോൾ ഇത് കഴിഞ്ഞത് സർക്കാർ പറ്റിക്കുന്നൊരു ഏർപ്പാടാണ്.
അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞങ്ങൾ ഇനി അടങ്ങിയിരിക്കുകയല്ല. ജനുവരി 8-ാം തീയതി നമുക്ക് ഫണ്ട് നൽകണം എന്ന് കോടതി വിധി ഫണ്ട് നിലനിൽക്കും. വന്നല്ലോ, ഫണ്ട് കോടതി വിധി നിലനിൽക്കുകയാണ്. ആണ്. അത് നമുക്കത് എന്തുകൊണ്ടാണ് ഫണ്ട് കിട്ടുന്നില്ല? തരുന്നില്ല. ഇവര് പറയുന്നത് ശരിയാക്കി വിടുന്നുണ്ട്, പ്രൊസീഡിങ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അത് നിലവിൽ അത് കോടതി അലക്ഷ്യമായിട്ട് കണക്കാക്കേണ്ടി വരത്തില്ല. ഇനി കോടതി ലക്ഷം കൊടുക്കണം, വീണ്ടും കോടതി ലക്ഷം കൊടുക്കണം. കാരണം 5-ാമത് ഞങ്ങൾ കൊടുത്ത കേസിലാണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ അവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കള്ളം, അതായത് ഈ അപേക്ഷകർ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന്. 1-ാം ഗഡു വീണ് 30 ദിവസം കഴിയുമ്പോഴാണ് അപേക്ഷകർ ഇതെല്ലാം പറക്കി മാറ്റി പോണേ. അപ്പൊ ആ പൈസ വിടാതെ എങ്ങളാ പോണേ. രണ്ടാമത് ആശ്രയ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെന്നൊരു കുറ്റവും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആശ്രയ സർട്ടിഫിക്കറ്റ് കുളത്തുപുഴ വില്ലേജ് ഓഫീസിൽ നിന്നും തഹസീൽദാരും കൂടെ ഹാജരാക്കി ആശ്രയ സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കോടതിയുടെ മുമ്പിൽ എഗ്രിമെന്റ് എഴുതി, അപേക്ഷ തൊട്ട് എഗ്രിമെന്റ് എഴുതി എല്ലാ പകർപ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. 3-ാണ്ടായ കൊച്ചിന്റെ കൊടുത്തിട്ടുണ്ട്. 1-ാം ഗഡു കിട്ടിയ എത്ര കുടുംബങ്ങളുണ്ട്? 1-ാം ഗഡു കിട്ടിയതും 2-ാം ഗഡു കിട്ടിയതും പോയി. ഇനി 1-ാം ഗഡു കിട്ടിയിട്ടില്ല. എത്ര പേർക്ക് കിട്ടാനുള്ളത്? 32 പേർക്ക് 32 കുടുംബങ്ങൾക്ക് 1-ാം ഗഡു എഗ്രിമെന്റ് എഴുതിയത്. 14 മാസമായി കേരള സർക്കാരിന്റെ ഗവൺമെന്റിന്റെ പേരിൽ എഗ്രിമെന്റ് എഴുതിയത്. അവർക്ക് പൈസ കിട്ടിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ളവരെ അപേക്ഷ ഇവിടെ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇവർ മണ്ടരല്ല. കാരണം ഇവരെ കുറ്റം പറയണ്ട, കാരണം മേളിൽ നിന്ന് പ്രഷറുണ്ട്, ഇപ്പൊ ഒന്നും ചെയ്യണ്ടെന്ന്. ഒരു അപേക്ഷകന് 60 ദിവസക്കകത്ത് എഗ്രിമെന്റ് എഴുതണമെന്ന നിയമം. 60 പോയിട്ട് 6 മാസവും 2 വർഷവും കഴിഞ്ഞിട്ട് എഗ്രിമെന്റ് എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ അത് ഇവരുടെ ഓഫീസുകളിലുണ്ട്, അപേക്ഷയുണ്ട്. സർക്കാർ തലത്തിൽ നമ്മളിത് അന്വേഷിക്കുമ്പോൾ എന്താ നമുക്ക് ലഭിക്കുന്ന മറുപടി? സർക്കാർ തലത്തിൽ അന്വേഷിക്കുമ്പോൾ ഫണ്ടില്ലായിരുന്നു. ഈ കഴിഞ്ഞ മാസം വരെ ഫണ്ടില്ലെന്നാ പറഞ്ഞത്. ഫണ്ട് വരുന്ന മുറയ്ക്ക് പ്രയോഗിക്കണം. ഇപ്പൊ ഫണ്ട് വന്നു. അല്ല, വന്ന ഫണ്ട് മകമാറ്റി ചെലവഴിച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടല്ലോ, കോടതിയിൽ ഞങ്ങൾ ചീഫ് സെക്രട്ടറി വരുത്തി ചോദ്യം ചെയ്തല്ലോ. ചോദ്യം ചെയ്തപ്പോഴല്ലേ എവിടുന്നൊക്കെ ഒപ്പിച്ച് 68 പേർക്ക് ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഇപ്പോഴീ റീബിൽഡ് കേരളം കളഞ്ഞു. 234 കോടിയുടെ ഫണ്ട് തീർന്നപ്പോൾ അതിനകത്ത് ഫണ്ടില്ലാത്തതുകൊണ്ട് അതിനെ കളഞ്ഞു. കിബിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെ. കിഫ്ബി ഫണ്ട് വെച്ച് ഇനി തരുമെന്നാണ് പറയുന്നത്. അപ്പൊ കിബിയിൽ എത്തത്തില്ല, കാരണം ഒരുപാട് പദ്ധതികളാണ് അതിനകത്ത്. ഞങ്ങളെ എങ്ങനെ പുനരുദ്ധരിപ്പിക്കട്ടെ? ഇവിടെ വീടും പൊളിച്ച് പറക്കി കെട്ടി വെച്ചിട്ട് പാത്തിക്കുന്നതിനെ പുനരുദ്ധരിപ്പിക്കുക. കിബിയുടെ പദ്ധതി വന്നിട്ടുണ്ട്. അപ്പൊ കുളവും പാലവും മറ്റേതും മറിച്ചതും എല്ലാം കൂടി ഇട്ടതിനകത്ത് കിബി വെച്ചത് തന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടാതിരിക്കാനാ. അല്ല, അത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് പൈസ തരാതിരിക്കാനും നിങ്ങളെ കബളിപ്പിക്കാനും ആണെന്ന് അതിന് തന്നെയാണ് ഞങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഏത് ഫണ്ടിൽ നിന്നാലും മതി, ഞങ്ങളുടെ പൈസ 800 കോടിക്ക് പറ്റിയിട്ടുള്ളതിന് റെക്കോർഡുള്ളതല്ലേ. നിലവിൽ ഇവിടെ ഒരു വലിയ വിഷയം നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ നിലവിൽ ഇവിടെ താമസിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഞങ്ങള് മുമ്പ് ഇവിടെ കറണ്ട് ഇല്ല, റോഡില്ലാതിരുന്ന സമയത്ത് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെക്കാൾ വളരെ ഭയാനകമായ വന്യമൃഗ ശല്യവും ബുദ്ധിമുട്ടുമാണ് ഇപ്പൊ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ നിന്ന് പഠിക്കുന്ന സമയത്ത് 12 കിലോമീറ്റർ ഇവിടെ ഞങ്ങൾ നടന്ന് ആര്യങ്കാവിൽ പോയി പഠിച്ച് 12 കിലോമീറ്റർ നടന്ന് തിരിച്ചു വന്നിരുന്ന ആ ഒരു സമയത്തേക്കാൾ ബുദ്ധിമുട്ടാണ് ഇന്ന് ഈ ഒരു സാഹചര്യത്തിലുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപേക്ഷ വെച്ചിട്ട് കാത്തു നിന്നിട്ട് അവരുടെ ഓരോ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ, ഓരോ തവണയും ഓരോ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലുമ്പോഴും അത് മാറ്റിയിട്ട് ഇത് കൊണ്ടുപോവാ, ഇത് മാറ്റിയിട്ട് അത് കൊണ്ടുപോവാ എന്ന് അവർ പറയും. അവർ ഓക്കെ ആയെന്ന് പറഞ്ഞിട്ട് അത് അടുത്ത റവന്യൂ വകുപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പൊ ആശ്രയ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞാൽ, ആശ്രയ സർട്ടിഫിക്കറ്റിൽ വനംവകുപ്പ് പറയുന്ന രീതിയല്ല. ഞങ്ങൾ സർട്ടിഫിക്കറ്റുമായിട്ട് അപേക്ഷ വെച്ചിട്ട് തഹസീൽദാർ നോക്കുമ്പോൾ ഇപ്പൊ പുതിയ സർക്കുലർ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മൾ നിങ്ങൾ സർക്കാർ ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് ഹാജരാക്കിയിട്ടും വീണ്ടും ഓരോ ഒഴിവ് കഴിഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുന്ന നിലപാടെന്നാണ്. അതായത് നമ്മളിവിടെ അപേക്ഷ വാങ്ങാൻ നേരം തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ലിസ്റ്റ് തരും. ഈ ഓഫീസിൽ നിന്നാണ് അപേക്ഷാ ഫോമിന്റെ കൂടെ നമുക്ക് ഇന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപേക്ഷയോട് കൂടെ ഹാജരാക്കണം. നമ്മൾ അതുകൊണ്ട് തന്നെ ആ ഓരോ സർട്ടിഫിക്കറ്റും റെഡി ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. ഈ പറയുന്ന ഇപ്പൊ ആദ്യം നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് 100 രൂപ പത്രത്തിൽ ബോണ്ട് ചെയ്തായിരുന്നു ആശ്രയ സർട്ടിഫിക്കറ്റ് തന്നുകൊണ്ടിരുന്നത്. ആ ആശ്രയ സർട്ടിഫിക്കറ്റിൽ തന്നെ ഒരു ആശയക്കുഴപ്പം അവരുടെ ഇടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാര്യം 22 വയസ്സ് കഴിഞ്ഞാൽ ആശ്രയ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു സംഗതി ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ വന്നതാണ്. ഇപ്പൊ പുതിയ സർക്കുലറിൽ പറയുന്നത് വെച്ചിട്ട് വില്ലേജ് ഓഫീസർക്ക് ഡയറക്റ്റ് ഇത് കൊടുക്കാൻ കഴിയൂല. നമ്മൾ അക്ഷയയിൽ അപേക്ഷിച്ച് അക്ഷയ വഴിയാണ് ഇപ്പൊ പുതിയ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതെന്നാണ് പുതിയ സർക്കുലറിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെ കിട്ടിയിട്ട് എവിടെയോ പൈസ കിട്ടിയ ആൾക്കാരുടെ വിവരം നമ്മൾ എടുത്തിട്ടുണ്ട്, മറ്റു വയനാട്ടിലൊക്കെ. അപ്പം നിലവില് നിങ്ങൾ റോസ്മല നിവാസികൾ ഈ സർക്കാർ ആനുകൂല്യത്തിനായി വർഷങ്ങളായിട്ട് കയറി ഇറങ്ങിയിട്ടും ഫലം ഉണ്ടാകുന്നില്ല. നിരന്തരമായി കയറി ഇറങ്ങുന്നു. ഈ അടുത്ത സമയത്ത് തെന്മല വനംവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ പോയി കണ്ടിരുന്നു. അവർ പറയുന്നത് അവരുടെ നിസ്സഹായാവസ്ഥയാണ് പറയുന്നത്. അവർ ചെയ്യേണ്ട പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്തു വിട്ടു എന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് അവർ പറയുകയും
ഇനി സർക്കാർ തലത്തിൽ നിന്ന് അവര് പൈസ നിങ്ങൾക്ക് എപ്പോൾ വേണേലും വരാം. അത് അവരൊറ്റ മറുപടിയാണ് 1.5 വർഷമായിട്ട് ഈ എഗ്രിമെന്റ് ചെയ്തവർ കേട്ടോണ്ടിരിക്കുന്നത്. വെഞ്ഞാറും റോസ്മലയിൽ എവിടെ നോക്കിയാലും ജീവിതം വഴിമുട്ടിയ കുടുംബങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. വ്യത്യസ്തങ്ങളായ നിരവധി പരാതികൾ അവർക്ക് പറയാനുണ്ട്. സർക്കാരിനോട് പറഞ്ഞ് മടുത്തിട്ടാണ് അവർ ഇത്തരത്തിലൊരു പ്രക്ഷോഭം എത്തിയത്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിച്ചിരിക്കുന്നത്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ, ഞങ്ങളിവിടെ ആര്യങ്കാവി പഠിച്ച പിള്ളേരാണ്. 12 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച പിള്ളേരാണ്. അങ്ങനെയാണ് ഞങ്ങൾ അപേക്ഷ വെച്ചത്. 2019 അപേക്ഷ വെച്ച് ഞാൻ കല്യാണം കഴിച്ചതാണ്. എൻ്റെ ഭർത്താവും കുട്ടികളും ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് സെറ്റിലായത്. നിങ്ങൾ ഒരു യൂണിറ്റ് ആയിട്ടാണോ? ഞങ്ങൾ ഒരു യൂണിറ്റായിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ്. അപ്പോൾ എന്നെ പോലെ ഒത്തിരി പേരുണ്ട് കല്യാണം കഴിച്ചവർക്ക് കിട്ടത്തില്ലെന്നും കിട്ടുമെന്നും ഒക്കെ പല അഭിപ്രായങ്ങളാണ്. പിന്നെ നമുക്ക് ആ ആശയത്തർക്ക് ഇതുവരെ മാറി കിട്ടിയോ? ഈ കല്യാണം കഴിച്ച് അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്ക് ആശ്രിത സർട്ടിഫിക്കറ്റും കിട്ടിയതാണ്. തുടക്കം മുതൽ 2019 മുതൽ ഞങ്ങൾ ഇതിലിറങ്ങിയതാണ്. ഞങ്ങൾ എഗ്രിമെന്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷവും 2 മാസവും കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ വലിയൊരു ജീവിതമാർഗം കണ്ടെത്തിയ ഒരാളാണ്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നിങ്ങളുടെ അന്നത്തെ ജീവിത സമയം എങ്ങനെ വ്യത്യാസം എങ്ങനെയുണ്ട്? ഞാൻ 30 വർഷത്തോളമായി ഇവിടെ ടാക്സി ഓടുന്ന ഒരാളാണ്. അന്നൊന്നും ഈ വന്യമൃഗങ്ങളുടെ ശല്യം അറിയില്ല. ഇല്ല. ഇപ്പോഴും ഇന്നലെ തന്നെ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് മൃഗങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രിയിൽ. അപ്പോൾ ആ ഒരു നിലപാടിൽ ഇവിടെ ഇനി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം പല ഭാഗങ്ങളിൽ നിന്ന് കുറേ പേര് പോയി, പിന്നെ കുറച്ച് പേരില്ല. അപ്പം വന്യമൃഗങ്ങളുടെ ഒരു താവളമായി മാറിയിരിക്കുകയാണ് റോസ്മല. അപ്പോൾ ഇവിടെ നിന്ന് കടുവയോ അല്ലെങ്കിൽ പിന്നെ വന്യമൃഗങ്ങളോ ഞങ്ങളെ ആക്രമിക്കുന്നതിന് മുമ്പ് നമുക്ക് തരേണ്ട ആനുകൂല്യങ്ങൾ തന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും എവിടെങ്കിലും പോയി ജീവിക്കും. ഇത്രയേ ഉള്ളൂ. ഇതേ സാഹചര്യം തന്നെയാണോ നമുക്ക് പറയാനുള്ളത്? അതെ, അത് തന്നെ. ഞാൻ കന്നാലെ വളർത്തിക്കൊണ്ട് 8 കന്നാലും 10 കന്നാലും വരെ വളർത്തിയതാണ്. പശു പ്രസവിക്കുന്ന കുട്ടികളെല്ലാം പുലി പിടിച്ചോണ്ട് പോയി കടിച്ചു കൊല്ലുക. ഞങ്ങൾക്ക് അങ്ങനെ 3 കന്നാലി അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുക. ആട് പോയി, 4-5 പട്ടികൾ പോയി. ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ച് വെക്കുന്ന സാധനങ്ങളാണ്. ഈ പട്ടിയെ പോലും കൈക്കാശ് കൊടുത്താണ് ഞാൻ വാങ്ങിച്ച് വളർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ശല്യമാണ്. രാത്രിയായാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. വീടിന്റെ സൈഡിൽ കൊണ്ടുവച്ചിരുന്ന തേങ്ങ, ഒറ്റ ചാക്ക് തേങ്ങയാണ് പന്നി കൊണ്ടുപോയിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ രാത്രി 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്ക് ഈ സമയത്തൊക്കെ എണ്ണീറ്റ് ഉറക്കം ഒഴിഞ്ഞാണ് ഞങ്ങൾ കുത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഇതല്ലയോ ഏറ്റവും വലിയ. ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. അയ്യത്തെ ആദായമൊന്നുമില്ല. യാതൊരു നിവർത്തിയില്ലാതാണ് ഞങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലം ആയതിന്റെ പേര് ഞങ്ങൾ ഇത്ര വിഷമിക്കാൻ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയുള്ള വഴി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നേ പറ്റത്തുള്ളൂ. ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ള. എൻ്റെ മോള് അപേക്ഷ വെച്ചിട്ട് 1.5 വർഷമായി. എല്ലാ എഗ്രിമെന്റുകളും എല്ലാം ഞങ്ങൾ നിരന്തരം തിരുവനന്തപുരം ഓഫീസുകളിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇന്നലെയും ഞങ്ങൾ വിളിച്ചപ്പോൾ പറയും നിങ്ങളുടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 4 പ്രാവശ്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഓഫീസിൽ പോയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയക്കുക ചെയ്യുന്നത്. ഇടും അടുത്ത ആഴ്ച ഇടും, 15 ദിവസം കഴിഞ്ഞിട്ട്, 5 ദിവസം കഴിഞ്ഞിട്ട്, ഇങ്ങനെ ഓരോ ദിവസങ്ങൾ അവർ പറഞ്ഞു നീക്കുക. അത് എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേർക്കും സുഖമില്ല. ഇന്നിപ്പോഴും അവർ 2 പേരും ഇവിടെ വരാനുള്ളവരാണ്. അവർ ഇന്ന് കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിൽ ഇപ്പോൾ ഇരിക്കും. അവർ അത്രയും അവശതയിലാണ്. അവർ വാടകയ്ക്ക് പുറത്ത് താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അത്ര അവശതയാണ്. അവർ 2 പേരും 8ാം മാസത്തിലെടുത്ത കുഞ്ഞുങ്ങളാണ്. അവർക്ക് എന്നും ആശുപത്രിയിലാണ് അവർ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് ഓഫീസുകളിൽ, പൈസ ഇടുന്ന ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നത്. എന്നിട്ട് പോലും ഒരാഴ്ച കഴിയട്ടെ, 2 ആഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഓരോ ദിവസങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെയും വിളിച്ചപ്പോഴും അവർ ഓരോ അവധി പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഓരോ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഉടനെ ഇടാമെന്നാണ് പറയുന്നത്. അതിന് എന്തെങ്കിലും ഒരു പോക്ക് വരെ ഉണ്ടാവണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമസ്ത മേഖലകളിലും സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ റോസ്മലയിൽ. ഓരോ ആളെടുത്ത് ചോദിച്ചാലും അവർക്ക് പറയാനുള്ള പരാതികളുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവരൊരു വലിയ സമര പരിപാടികൾ ഇപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ സമര പരിപാടികളായിട്ട്? സമരപരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ എഗ്രിമെൻ്റ് ചെയ്തവർ, അപേക്ഷ കൊടുത്തവർ, ഇനി അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഓഫീസ് ഇന്ന് ഉപരോധിക്കുകയും ഇവിടെ അവധി ദിവസങ്ങളിൽ കൂടുതലായിട്ട് മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലേക്ക് സഞ്ചാരികൾ വരാറുണ്ട്, വിനോദസഞ്ചാരികൾ വരാറുണ്ട്, ധാരാളമായി വരാറുണ്ട്. അപ്പോൾ ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തില്ല, അവിടെ അനുവദിക്കത്തില്ല എന്നുള്ള നിലയ്ക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ആ ഒരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഈ ഒരു സമര പരിപാടി ഇനി അടുത്ത തെന്മല ഓഫീസിലേക്കും ഓഫീസ് പടിക്കലിലേക്കും അത് ഒരു നമുക്ക് ന്യായമായ ആവശ്യം. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ് കുളത്തൂപ്പുഴ. കുളത്തൂപ്പുഴ മേഖലയിൽ വ്യാപകമായ
വന്യമൃഗ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കുളത്തൂപ്പുഴ ടൗണിൽ പോലും പകലെന്നോ രാത്രിയോ ഇല്ലാതെ കാട്ടുപോത്ത് ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥിതിയാണ്. അതുപോലെ തന്നെ ആന, ആദിവാസി ഊരുകളിലെ കൃഷിയിടങ്ങൾ മിക്കതും കാട്ടുപന്നിയും കാട്ടുപോത്തും ആനയും ഒക്കെ നശിപ്പിച്ചു കിടക്കും. അതുപോലെ സമസ്ത മേഖലകളിലും വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനവിഭാഗത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്ന പ്രദേശങ്ങളിൽ വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അപര്യാപ്തമാണ്. വന നിയമങ്ങൾ പലതും പാലിക്കപ്പെടുന്നില്ല എന്ന ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് KTUCയുടെ നേതൃത്വത്തിൽ വളരെ ഒരു പ്രക്ഷോഭ സമരം നമ്മുടെ തെന്മല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ തന്നെ സംഘടിപ്പിച്ചത്. അതിൻ്റെ നെടുനായകത്വം വഹിച്ച പ്രധാന പ്രവർത്തകരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്? പ്രധാനമായി ഉന്നയിച്ചത് വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മാന്യമായ ഒരു സംരക്ഷണം നൽകണം. ഒരു ദിവസമില്ല, എല്ലാ ദിവസവും ഈ മേഖലയിൽ 1ഉം 2ഉം പേര് വന്യമൃഗ ആക്രമണത്തിന് ഇരയാകുന്നു. പന്നി ട്രാൻസ്പോർട്ട് ഡ്രൈവർ, കണ്ടക്ടർ ഡ്യൂട്ടിക്ക് വരുന്ന സമയത്ത് പന്നി ഇടിച്ച് വീണു, നട്ടല് തകർന്നു, ഇപ്പോഴും ജോലിക്ക് പോകാനൊക്കാതെ നടക്കുന്നു. ഒരു സാധു 2 പയ്യന്മാരെ വന്ന വഴിക്ക് ആന ഓടിച്ച് മറിഞ്ഞു വീണ് അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. 50 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് 450ഓളം കുടുംബങ്ങൾ താമസിക്കുന്നവർക്ക് സന്ധ്യയായി കഴിഞ്ഞാൽ പാനൊക്കാത്തൊരു ഭയം. റോഡിൻ്റെ ഇരുവശത്തും കാട്ടുപോത്തും ആനയുടെ ശല്യമാണ്. വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും പുറത്തിറങ്ങാനൊക്കാത്ത സാഹചര്യമാണ്. കുളത്തൂപ്പുഴ ടൗണിൽ 16 ഏക്കർ. രാവിലെയും വൈകിട്ട് എപ്പോഴും നോക്കിയാലും കാട്ടുപോത്ത് കൂട്ടത്തോടെ അവരുടെ വീടിൻ്റെ പരിസരത്താണ്. സ്റ്റേഡിയത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു വിദ്യാർത്ഥി ഈ പോത്തിൻ്റെ ആക്രമണത്തിൽ നട്ടലിനെ പരിക്കേറ്റ് വിശദമായി. കുളത്തൂപ്പുഴ ടൗണിലൂടെ വലിയ കാലതാമസമില്ലാതെ ഇതാണ് സ്ഥിതിയെങ്കിൽ കാട്ടുപോത്തിൻ്റെ ഒരു വലിയ റൂട്ട് മാർച്ച് നടത്തപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടുകാർ മൊത്തം ഭീഷണിയിലാണ്, എല്ലാവരും കടക്കണിയിലാവുക. അവരുടെ മേഖലയിൽ ബഫർ സോൺ പ്രശ്നവുമുണ്ട്. അവർ ഭയന്നാണ് ഏത് നിമിഷവും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും, ഞങ്ങളുടെ ജീവന് ഹാനി സംഭവിക്കുമെന്ന് ഭയന്ന് ജീവിക്കുകയാണ് ആദിവാസികൾ കൂടുതലും. ഇന്ന് MPയെ കണ്ട് പരാതി കൊടുക്കാനും വന്നത് ആദിവാസികളാണ് കൂടുതലും വന്നത്. അപ്പോൾ ആദിവാസി മേഖലയ്ക്കുള്ള സംരക്ഷണം പോലും ഇവർ കൊടുക്കുന്നില്ല. കൃത്യമായ ഫെൻസിങ്ങുകളിട്ട് സംരക്ഷണം കൊടുത്താൽ ഒരു പരിധി വരെ ഇത് തടയപ്പെടാൻ സാധിക്കും. ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കണമെങ്കിൽ അതിൽ വള്ളികൾ പടരാതിരിക്കാനും മരച്ചില്ലുകൾ ഒളിഞ്ഞു വീഴാതിരിക്കാനും ഒരു വാച്ചറെ നിയമിച്ചു കഴിഞ്ഞാൽ ഇത് കാലാകാലം കിടക്കും. പക്ഷേ ഇത് കൊണ്ട് ബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാതാവുമ്പോൾ 1 മാസത്തിനകം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യുന്നുമില്ല, പിന്നെ അതിൻ്റെ സംരക്ഷണവും കിട്ടുന്നില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഒരു പരിധി വരെ വന്യമൃഗശല്യം ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഈ റോഡിലും നാട്ടിലുമെല്ലാം വലിയ ക്യാമറകൾ വെച്ച് ട്രോളുമൊക്കെ വെച്ച് ഒരു വലിയ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തുന്നത്. ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഈ പരിധിയിൽ ഏതെങ്കിലും മൃഗങ്ങൾ വന്നാൽ അറിയാൻ അവർക്ക് സാധിക്കണമല്ലോ, അവരതിന് ശ്രമിക്കുന്നില്ല. പിന്നെ മറ്റ് ദേശങ്ങളിൽ ഞങ്ങൾ വൈൽഡ് ലൈഫ് മേഖലയും കൂടെ ആയതുകൊണ്ട് മറ്റ് ദേശങ്ങളിൽ ഏതിനെ പിടിച്ചാലും ഇവിടാണ് കൊണ്ടിടുന്നത്. ഇപ്പോൾ പാമ്പുകളെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി, കടുവായും ആവശ്യത്തിനായി. ഈ മേഖലയിലുള്ള കന്നുകാലികളുടെ കുട്ടികളെ മുഴുവനും പശുക്കിടാക്കളെ എല്ലാം പുലി തിന്നു കഴിഞ്ഞു. ആനയുടെ ശല്യം ഒരു വഴിക്ക്, പുലിയുടെ ശല്യം ഒരു വഴിക്ക്, മയിലൊരു വഴിക്ക്, കുരങ്ങൊരു വഴിക്ക്, പെരയ്ക്കകത്തിരിക്കുന്ന സാധനങ്ങൾ പോലും കുരങ്ങെടുത്തോണ്ട് പോകും. ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് ജനങ്ങൾ. ഈ ജനങ്ങളുടെ ഈ ഒരു രോദനം, ജീവൽ മരണം സമരങ്ങളാണിതെല്ലാം. അത് കേൾക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള വനനിയമം പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞാലും അവർക്കൊരു ആനുകൂല്യം കൊടുക്കാനോ കൃത്യമായ രീതിയിൽ വിള നശീകരണത്തിൻ്റെ ആനുകൂല്യം നൽകുന്നതിനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല. അവരുടെ നിയമങ്ങൾ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഈ മേഖലയിലെ ജീവിതം, 3 വില്ലേജുകൾ, കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, തെന്മല 3 വില്ലേജുകളിലെ ജനങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലാണ്. ജീവിതം എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഈ സാധുജനങ്ങൾ. അപ്പോൾ നമുക്ക് കുളത്തൂപ്പുഴയുടെ മേഖലയിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ തെന്മല മേഖലയിലേക്ക് വരികയാണ്. തെന്മല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ തെന്മല, ആര്യങ്കാവ് മേഖലകളിൽ ഇതുപോലെ തന്നെ കാട്ടാന ആക്രമണത്തിൽ 1-2 ആൾക്കാർ മരണപ്പെട്ട സംഭവങ്ങൾ വരെ ഉള്ള ഒരു പ്രദേശമാണ്. ഇവർക്കൊക്കെ സമയബന്ധിതമായി നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടോ? കൃഷി നാശത്തിലുള്ള നഷ്ടപരിഹാരം സമയബന്ധിതമായി ലഭിക്കുന്നുണ്ടോ? പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളുടെ പരാതിയുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസ് സമീപിക്കുമ്പോൾ എന്താണ് അവരുടെ സമീപനം? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ടുണ്ടാകുന്ന വിളനാശത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തണം.
പാവപ്പെട്ട കർഷകർ അവൻ്റെ അധ്വാനം, അവൻ്റെ വിയർപ്പ്, രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് മണ്ണിൽ പൊന്നുടയിക്കുന്ന കർഷകന് ഉണ്ടാകുന്ന നഷ്ടം അവൻ്റെ സ്വപ്നങ്ങളാണ് കരിയുന്നതോടെ. തലമുറകളായി അവൻ പ്രവർത്തന മേഖലയായിട്ടുള്ള ആ കൃഷിയുടെ മൊത്തം ഒരു കാലത്തേക്ക് നശിപ്പിക്കുന്ന സജീവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിന് സ്ഥായിയായ പരിരക്ഷ എന്ന് പറയുമ്പോൾ കൃത്യമായി വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ ഗവൺമെൻറ് തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും കേട്ടാൽ വലിയ വിളകൾ മേടിച്ചു കൊടുക്കുന്ന ധാരണയൊന്നും വേണ്ട. ഇതിന് ശാശ്വതമായിട്ടുള്ള നടപടികളും പരിഹാരങ്ങളുമാണ് വേണ്ടത്. നമുക്കറിയാം, ഈ ബജറ്റിൽ ഈ കഴിഞ്ഞ 4 വർഷമായി വന്യജീവി ജനവാസ മേഖലകളിൽ വന്യജീവികൾ കടന്നു വരുന്നതിനായിട്ട് ഒരു രൂപ സർക്കാർ ചെലവഴിച്ചിട്ടില്ല. ഇപ്പോൾ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും രസകരമായ കാര്യം, കേവലം 50 കോടി രൂപയാണ് ഈ ബജറ്റിൽ ഈ വന്യമൃഗ ആക്രമണം നേരിടാനായി നീക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, വന്യജീവി മനുഷ്യ സംഘർഷം ഇപ്പം പൊതുവെ കുറഞ്ഞിരിക്കുന്നു എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവൺമെൻറ് പറയിച്ചിരിക്കുന്നത്. അപ്പോൾ സത്വരമായ നടപടികളും ശാശ്വതമായ പരിഹാരമാണ് ഈ ഒരു ഇത്തരുണത്തിൽ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താനോ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാനോ. നമുക്കറിയാമല്ലോ, അന്യ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങളെ ഫലപ്രദമായി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഈ തരുണത്തിൽ ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തി സെൻസ് ചെയ്യുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ മൂവ്മെൻറ്റും വന്യമൃഗങ്ങളുടെ ചലനങ്ങളും നിരീക്ഷിക്കുകയും അതനുസരിച്ച് വേണ്ട പ്രിക്കോഷൻസ് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുൻകരുതൽ നടപടി എന്നുള്ള നിലയിൽ അവർക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഈ രാജ്യം ഈ ടെക്നോളജി യുഗത്തിൽ പോയ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പരമദയനീയമായ ഒരവസ്ഥ. അപ്പം വളരെ കാലിക പ്രസിദ്ധമായ വിഷയമായതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജ് MP ഈ കിഴക്കൻ മേഖലയിൽ എത്തുകയും പൊതുജനങ്ങളുടെ പരാതികൾ നേരിട്ട് കാണുകയും ശാശ്വത പരിഹാരത്തിനായി ശക്തമായ സമരപരിപാടികൾ നടത്തുവാനുള്ള ഉദ്ദേശവും നൽകിയിട്ടാണ്. കിഴക്കൻ മേഖലയിൽ തൊഴിൽ സംഘടനയുടെ ജനപ്രായം വരുവാണ് അത്തരത്തിലുള്ള സമരപരിപാടികളായിരിക്കും നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് സമീപ സംസ്ഥാനമായ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് 3 കിലോമീറ്റർ കൂടുതൽ സ്വകാര്യ ഭൂമിയിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വന്നാൽ അതിനെ കൊല്ലാനുള്ള ഉത്തരവ് തമിഴ്നാട് മുഖ്യമന്ത്രി ഇട്ട് കഴിഞ്ഞു. കേരളത്തിലാണെങ്കിൽ അതിനെക്കുറിച്ച് നടക്കുന്നില്ല. ഇത് ജനകീയമായി ഇതിപ്പം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പരിപാടിയാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവരേറ്റെടുക്കാത്തിടത്തോളം കാലം വലിയ ജനകീയ സമരങ്ങൾ തന്നെ നടത്തേണ്ടി വരും. ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബലമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കുക. വന്യമൃഗത്തിന് കൊടുക്കുന്ന പരിരക്ഷ എന്തുകൊണ്ട് ഒരു മനുഷ്യന് കൊടുക്കുന്നില്ല? ഒരു വന്യമൃഗം, ഞാൻ പറഞ്ഞത് വന്യമൃഗത്തിൻ്റെ വാലിന്, ഒരു കുരങ്ങൻ്റെ വാലയിൽ അപകടം പറ്റിയാൽ വാർത്തക്കാർ കൂട്ടത്തോടെ പ്രശ്നം ഉണ്ടാക്കും. ഒരു മൈലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു കൂട്ടത്തോടെ ഒന്ന് ആ മനുഷ്യനെ പിടിക്കുന്നു, അവൻ്റെ വണ്ടി അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നു, ജാമ്യമില്ല വകുപ്പിടുന്നു. ഇപ്പോൾ ആനയുടെ മസ്തകത്തിൻ്റെ കേസ്, ഒരു മുറിവ് പറ്റി ആനയെ സംരക്ഷിക്കാൻ 80 അംഗ സംഘത്തെയാണ് അയച്ചിരിക്കുന്നത്. പാവം പിടിച്ചവരുടെ ഇന്നലെ ആനയുടെ ഓടി അവൻ്റെ കാലൊടിച്ച് കിടക്കുന്നത്, അവനെ തിരിഞ്ഞു നോക്കാൻ ഒരു നായി പോലും വരുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു സ്വാതന്ത്ര്യ ലംഘനമാണ്. മനുഷ്യ ജീവിക്കുന്നതിനുള്ള അവസരം, അവൻ്റെ അവകാശം നഷ്ടപ്പെടുക. അതുകൊണ്ട് വലിയ ജനകീയ സമരങ്ങൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ നിയമം കയ്യിലെടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഈ ഗവൺമെന്റ്. സാധാരണക്കാരൻ്റെ ദുരിതം തുടർക്കഥയായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തെന്മലയിലായിരുന്നു. ഇന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഭാഗമായ റോസ്മലയിലാണ്. റോസ്മല നിവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർ വന്യമൃഗങ്ങളെ പേടിച്ചിവിടെ കഴിയുമ്പോഴും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെങ്കിലും അവർക്ക് വനം വകുപ്പിന്റെ ചില ഇടപെടൽ മൂലം അത് സാധിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമര പരിപാടിയാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അടിയന്തരമായി വനം വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടണം. വനം വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം. ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെങ്കിലും അവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ചെറിയ ചില നൂലാമാലകളാണ്. അത് പരിഹരിച്ച് അവർക്ക് വേണ്ടുന്ന ധനസഹായം നൽകി ഒഴിഞ്ഞു പോകാനുള്ള നടപടി അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതോടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.